എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു വ്യക്തി ഒരു കമൻ്റ് ഇടുവാനായിട്ടിടയായി. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്: വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ്, അപ്പോൾ അതിനെതിരെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുവാനായിട്ടിടയായി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു നല്ല ടോപ്പിക്കാണല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പല ഇടങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മളുടെ ദേശശക്തികളുടെ പോരുണ്ട്, അന്യാരാധനയുടെ ശക്തികളുടെ പോരുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾക്ക് നമ്മളുടെ വിശ്വാസമാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ എന്താണ് പ്രോഫറ്റിക്കൽ ആക്ട് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ നമ്മൾ ചിലതൊക്കെ കൽപ്പിക്കണം, ചിലതൊക്കെ ഉണ്ടായി വരട്ടെ എന്ന് നമ്മൾ പറയണം. അങ്ങനെ ചിലതൊക്കെ നമ്മൾക്ക് ആത്മാവിൽ കൽപ്പിക്കുവാനുള്ള അധികാരമൊക്കെ നമ്മൾക്കുണ്ട്, ഒരു ദൈവ പൈതലിനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ടുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നതിനകത്ത് തെറ്റില്ല എന്ന വിശുദ്ധ വചനത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് എന്താ പറയുക, ബിബ്ലിക്കലി തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ ഇത് തെറ്റൊന്നുമില്ല, നമ്മൾക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ, കൈവിഷത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു വെള്ളം പ്രാർത്ഥിച്ചിട്ട് യേശുക്രിസ്തുവേ അങ്ങയുടെ ആണിപ്പെടുത്താർന്ന കരത്തിലേക്ക് വെള്ളത്തെ ഏൽപ്പിച്ചു തരുന്നു, അങ്ങനെ ശുദ്ധീകരിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ, അങ്ങയുടെ ശക്തി ഇതിന്മേൽ ഇറങ്ങട്ടെ, തിരുരക്തത്തിൻ്റെ ശക്തി ഇതിന്മേൽ ഇറങ്ങട്ടെ കർത്താവേ. പിന്നെ എന്താണ്? പരിശുദ്ധാത്മാവെ അവിടുന്ന് ഈ വെള്ളത്തിന്മേലൊന്ന് പരിവർത്തിക്കുമാറാകണമേ, പിതാവാം ദൈവമേ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അറിയാവുന്നത് പോലെ, ഇതിലും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളുടെ വീടിനകത്തും ചുറ്റുവട്ടത്തും ഒക്കെ, ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടം ഞാൻ പറഞ്ഞത് കേട്ടോ, വേറെ വല്ലവരുടെയും പറഞ്ഞിക്കൊണ്ട് ഒഴിക്കരുത്, അവർക്കത് അറിയണമെന്നില്ല. ഓക്കെ, നമ്മളെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഒപ്പിക്കരുത്. നമ്മുടെ വീടിൻ്റെ അകത്തും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒന്ന് വെള്ളം തളിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഒരിടയ്ക്ക് സ്ഥിരം ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു അന്തരീക്ഷം രൂപപ്പെട്ട് വരും. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് എനർജിയുടെ പവറിനെ നമ്മൾക്ക് എന്താ പറയുക, ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയാൽ, നമ്മുടെ ശക്തിയാലല്ലല്ലോ നമ്മളത് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് ഒരു 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 റിലീഫ് ആകുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ എപ്പോഴും അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നവർക്ക്, കാരണം ചിലരൊക്കെ എന്താ പറയുക, ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ക്രിസ്ത്യാനിയായിട്ടുള്ളവരുണ്ടാകും, പിന്നെ പലരും എന്താണ് വേറെ വിശ്വാസങ്ങളിലുള്ളവരുണ്ടാകും, ഇനി ചിലർ ഒരു ദൈവത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടാകും, അങ്ങനെ പലതൊക്കെ ഉണ്ടാകും, നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾക്കത് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നത് നല്ലതായിരിക്കും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നത്. അത് നമ്മൾക്ക് കുറച്ചും കൂടി ഒരു പ്രാർത്ഥന അന്തരീക്ഷം തുറന്നു കിട്ടുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. പിന്നെ ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ, അതായത് നമ്മൾ സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥന മുറിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ആ ഒരു സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അവിടെ ഒരു ആത്മീയ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ടാകും. ഓൾറെഡി ഒരു ആത്മീയ അന്തരീക്ഷം അതിനകത്തും രൂപപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. ഇനി അടുത്തത് എനിക്ക് പറയുവാനുള്ളത്, ഇനി ചിലർ ഉടനെ ഇപ്പോൾ കമൻറ്റുമായിട്ട് വരും, അതിന് ബിബ്ലിക്കൽ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ ആ ഒരു കമൻറ്റ് ഇടുന്നതിന് മുൻപേ തന്നെ അങ്ങനെയുള്ളവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ ബിബ്ലിക്കൽ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് തിരിച്ച് ചോദിക്കുവാനുള്ളത്, ബൈബിളിൽ പറയുന്ന സകല കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കുന്നവരാണോ? അല്ല, അല്ലേ? നമ്മൾ ഉൾപ്പെടെ ആരും ബൈബിളിൽ പറയുന്ന സകല കാര്യങ്ങളും അനുസരിക്കുന്നവരല്ല. കാരണം എന്താണ്? നമ്മളൊക്കെ സാധാ മനുഷ്യന്മാരാണ്, നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും നടക്കത്തില്ല. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതൊക്കെ കുറേ പ്രാർത്ഥിച്ചൊക്കെ നമ്മൾക്ക് ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മുടെ ബൈബിളിൽ പറയുന്നത് അനുസരിക്കുന്നവരൊന്നുമില്ല. ഇനി എന്തിനേറെ പറയുന്ന ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയും. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ, എന്ന് വെച്ചാൽ നീ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ അവരോട് നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ അവനോട് പോയിട്ട് മാപ്പ് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവളോട് പോയിട്ട് മാപ്പ് ചോദിച്ചിട്ടേ നീ എന്ത് ചെയ്യാവുള്ളൂ? നീ ബലി അർപ്പിക്കുവാൻ വരാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് വിരോധമുള്ളവരല്ല, നമ്മളോട് വിരോധമുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾക്ക് വിരോധമുള്ളവരോട് പോലും, അല്ലേ, എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിക്കുവാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം ഒരു കൃപ നമ്മൾക്കില്ല. അപ്പോൾ ഇങ്ങോട്ട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് പോയിട്ട് ക്ഷമ പറയുവാനുള്ള അത്ര വലിയ അതിവിശുദ്ധരൊക്കെയാണോ?
എന്നെ കേൾക്കുന്നവരെ എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. ഇനി അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അത്രേ പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ബിബ്ലിക്കൽ എവിഡൻസ് ചോദിച്ചാലില്ല. കുറേയൊക്കെ നമ്മൾ മറ്റുള്ള അല്ലേ ആത്മീയത്തിൽ ജയിച്ചു നിൽക്കുന്ന ദേവദാസന്മാരും അച്ഛന്മാരും ഒക്കെ പറയുന്നതൊക്കെ നമ്മൾക്കൊരു പരിധി വരെയൊക്കെ അങ്ങ് അനുസരിക്കാം. എന്ന് വെച്ചാൽ അത് നല്ലതാണെങ്കിൽ നമ്മൾക്കത് തിരഞ്ഞെടുക്കാം. ഇപ്പം നമ്മളൊരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കുന്നത് കൊണ്ടോ വെള്ളം പ്രാർത്ഥിച്ചിട്ടൊന്ന് തളിക്കുന്നത് കൊണ്ടോ വല്ല നഷ്ടം വരാനുണ്ടോ? ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ റോങ് ആയിട്ടുള്ള ഗൈഡൻസ് ആര് പറഞ്ഞു തന്നാലും അത് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതും വിശുദ്ധ ബൈബിളിനകത്ത് പറയുന്നുണ്ട്. എന്താ പറയുക, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും, ഈ ബൈബിളിലുള്ളതല്ലാതെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും അതൊന്നും നിങ്ങൾ അനുസരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ലതൊക്കെ നമ്മൾ എടുക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഓക്കെ. ഇനി അടുത്തത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒന്ന് രണ്ട് വലിയ ദേവദാസന്മാരുടെ മെസ്സേജുകളൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് അവരെ വേറൊരു ആൾക്കാർ ട്രോളുന്നതൊക്കെ ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് കണ്ടതാണ്. അപ്പോൾ സംഭവം എന്താണ് എന്നറിയാൻ ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ പലരും നമ്മൾക്കറിയാം, ഇന്ന് എന്താ പറയുക, ഞാൻ ഇതിന് മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ ടൈത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച്, സ്തോത്ര കാഴ്ചയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ബൈബിളിനകത്ത് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചത് കൊടുത്താൽ മതി. അതെങ്ങനെ കൊടുക്കണം? അത് നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ മനോഭാവമാണ് ദൈവം കാണുന്നത്. ഓക്കെ. അത് നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം. ഈ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ നമ്മൾ ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിനല്ലല്ലോ, ദൈവത്തിൻ്റെ ആലയത്തിലിടുമ്പോൾ അത് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നതെന്ന് നമ്മൾക്കറിയാം. പക്ഷേ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് പോലെ എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ കൊടുക്കുക. നമ്മൾക്ക് ഉള്ളതുപോലെ ഏറ്റവും നല്ലത് നമ്മൾ ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. ഓക്കെ. അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മളുടെ ഉത്തരവാദിത്തമാണ്, നമ്മളുടെ കടമയാണ്. ഓക്കെ. എന്നാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് രണ്ട് ദേവദാസന്മാരുടെ ഒരു മെസ്സേജ് ഞാൻ കേൾക്കുവാനിടെ, അവരൊക്കെ പെന്തക്കോസ്തിനകത്ത് തഴക്കവും വഴക്കവും ഒക്കെ വന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെയുള്ള റോങ് ആയിട്ടുള്ള ടീച്ചിങ് നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ഇതെന്നെ കേൾക്കുന്ന സാധാരണക്കാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മൾ അതിനകത്ത് കുടുങ്ങിപ്പോകരുത്. കാരണം ഒരാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് 10-1 കൊടുത്താൽ പോരാ, അതിൽ കൂടുതൽ കൊടുക്കണം, 20% ഒക്കെ കൊടുക്കണം, എന്താ പറയുക 20% ഒക്കെ ടൈത്ത് കൊടുക്കണം എന്നൊക്കെ ഒരു ദേവദാസൻ, നമ്മുടെ എന്താ പറയുക ഇന്ത്യയുടെ അപ്പസ്തോലൻ എന്നൊക്കെ പേര് പറയുന്ന ഒരു ദേവദാസൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദേവദാസൻ ഓൾറെഡി പൈസയുടെ കാര്യത്തിൽ ഭയങ്കര കണ്ണിങ്ങായിട്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടെ എവിടെയൊക്കെ പോക്കറ്റ് തയ്പ്പിച്ചിട്ട് നടക്കുന്ന മനുഷ്യനാണ്. വാ തുറന്നാൽ ദൈവവചനമൊന്നും വീഴത്തില്ല. പുള്ളിയുടെ വായിൽ നിന്ന് ഈ ടൈത്ത് പൈസ കൊടുക്കുന്നതും ഇതിനെക്കുറിച്ച് മാത്രമേ, പുള്ളിയുടെ കുറേ മെസ്സേജുകൾ ഞാൻ നോക്കിയപ്പം അത് മാത്രമേ പുള്ളി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. ഓക്കെ. ഇനി വേറൊരു ദേവദാസൻ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റോ എങ്ങാണ്ടൊക്കെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, നമ്മൾ ടൈത്ത് കൊടുക്കാൻ എന്താ വെച്ചാൽ ഈ ആഴ്ച ഇടേണ്ട ടൈത്ത് ഇട്ടിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ പലിശ ചേർത്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പഴയ നിയമത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ എന്തിനാണ് അത് പറഞ്ഞിരിക്കുന്നത്? പഴയ നിയമത്തിൽ ലേവി ഗോത്രമുണ്ട്. ആ ഗോത്രത്തിനെ മാത്രമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആരാധനാലയങ്ങളിൽ അവരെ മാത്രമാണ് ദൈവം ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, ഇസ്രായേൽ മക്കൾക്ക് വീതം വെച്ച് കൊടുത്തപ്പോൾ ലേവി ഗോത്രത്തിന് ഒന്നും കൊടുത്തില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? അവരുടെ ഓഹരി ഞാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഓഹരി എന്താണ്, അവർക്ക് കിട്ടേണ്ട ഓഹരി എന്താണ്? ആ ആലയത്തിൽ വരുന്നത് അല്ലേ, ആലയത്തിൽ വരുന്നതും അവിടെ ബലി അർപ്പിക്കുന്നതിൻ്റെ അല്ലേ, അന്നൊക്കെ ചെറുപ്രാവുകളെ അതുപോലെ തന്നെ ആ കുഞ്ഞാട്ടിൻകുട്ടികളെയൊക്കെ ബലി അർപ്പിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ മാംസത്തിൻ്റെ ഓഹരിയൊക്കെ ഇവർക്കുള്ളതാണ്. കാരണം ഇവർക്ക് വേറെ ഒന്നും കിട്ടാനില്ല, ഇത് മാത്രമേ ഇവർക്കുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇന്നത്തെ സുവിശേഷ വേല ചെയ്യുന്നവർക്കൊക്കെ വീടില്ലാത്തവരാണോ? അല്ല, അവർക്ക് വീടുണ്ട്, മറ്റ് വരുമാനങ്ങളൊക്കെ ഉള്ളവരുണ്ട്. എന്നാൽ പാവപ്പെട്ട ദേവദാസന്മാരുണ്ട്, അവർക്കൊക്കെ നമ്മൾ സഹായിക്കണം. പാവപ്പെട്ടവരെയൊക്കെ നമ്മളെ സഹായിക്കണം, അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അത് നമ്മൾക്ക് പ്രാപ്തി ഉള്ളതുപോലെ കൊടുക്കാൻ മാത്രമാണ് പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ വചനം പഠിക്കുന്നവനും എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ആ ഒരു കൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു പഴയ കാലത്ത് പൗലോസൊക്കെ പ്രസംഗിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര കഷ്ടത്തിലൂടെയും ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. സുവിശേഷ വേല ചെയ്യുന്നവർക്കൊന്നുമില്ലാത്ത സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതൊക്കെ. എന്ന് വെച്ചാൽ അതെല്ലാം മാറ്റണമെന്നല്ല. എന്നാൽ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ദേവദാസനെയും കൂടെ നമ്മളത് നോക്കണം. അവർക്ക് എല്ലാ ചുറ്റുപാടും ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആലയത്തിൽ നമ്മൾ പോകുന്ന ആലയത്തിൽ നമ്മുടെയും കൊണ്ട് പ്രാപ്തി പോലെ ഉള്ളത് കൊടുക്കണം. കാരണം ആലയത്തിലെ ആവശ്യങ്ങളൊക്കെ അവിടെ നടക്കണം. അതുകൊണ്ട് നമ്മുടെയും കൊണ്ട് പ്രാപ്തി പോലെ നമ്മൾ കൊടുക്കുവാനായിട്ടും നമ്മൾ തയ്യാറാകണം. അവിടെ ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു മേഖലയും കൂടിയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ.
ഇനി ഒന്നുമില്ലാത്ത ദൈവദാസന്മാർ, പാവപ്പെട്ട ദൈവമക്കൾ, അങ്ങനെയുള്ളവരെയൊക്കെ പാവപ്പെട്ട ദൈവമക്കൾ ആരും ആകട്ടെ, അകത്തോ പുറത്തോ ഉള്ളവരാകട്ടെ, അവിശ്വാസികളൊക്കെ ആകട്ടെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വലയുന്നവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും സഹായങ്ങളൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ അതൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നത്. കാരണം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ നാമത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത് ആർക്കാണെങ്കിലും ദൈവത്തെ വിചാരിച്ചെന്ന് വെച്ചാൽ ദൈവത്തിനെ വിചാരിച്ച് കർത്താവ് ഈ ഒരു വ്യക്തിക്ക് ഞാൻ ചെയ്യുന്നതും അങ്ങേ വിചാരിച്ച് ഞാൻ ചെയ്യുവാണെന്നുള്ളൊരു മനോഭാവത്തോടെ നമ്മൾ ആർക്കെന്ത് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. എന്നും ഇതൊന്നും ദേവദാസന്മാർ പഠിപ്പിക്കുന്നില്ല. കാരണം അവർ പഠിപ്പിക്കുന്നത് മുഴുവൻ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പഠിപ്പിക്കുന്നത്. ഞാൻ കുറ്റം പറയുന്നതല്ല, ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകരുത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വചനവുമുണ്ട്. എൻ്റെ നാമത്തിൽ ആർക്കെങ്കിലും, അല്ലെ, ഈ എളിയവരിൽ ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആർക്കും, നമ്മൾ കാണുന്ന ആർക്കും സഹായം ആവശ്യമുള്ളവർക്കും നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലൊരു സഹായം അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അതിനെല്ലാം പ്രതിഫലമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് എപ്പോഴും ടൈത്തും സ്തോത്ര കാഴ്ചയിലും മാത്രം നമ്മൾ കണ്ണു വയ്ക്കരുത്. ഇപ്പം ഇങ്ങനെ ഒരു വചനവും കൂടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ കൂട്ട സഹോദരങ്ങൾ, നമ്മുടെ അയൽവക്കത്തുള്ളവർ, ചുറ്റുവട്ടത്തുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കല്ലേ എത്രയോ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവരൊക്കെ എത്രയോ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെയൊക്കെ സഹായിക്കുവാനുള്ളൊരു മനസ്സ് എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തെ വിചാരിച്ച് നമ്മളത് ചെയ്യുമ്പോൾ അതിനൊക്കെ ദൈവം നമ്മൾക്ക് പ്രതിഫലം തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ചർച്ചിലിട്ടാൽ മാത്രമല്ല അനുഗ്രഹം കിട്ടുന്നത്, ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ചർച്ചിൽ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഇവർ പറയുന്നത് പോലെ 20%, 30%, 40% ഒന്നുമല്ല, ഇനി 90% നമ്മളുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്ന് വെച്ചാൽ അവനവൻ്റെ പ്രാപ്തി പോലെ സന്തോഷത്തോടെ കൊടുത്താൽ മതി, അത് ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവരിങ്ങനെ ഭയപ്പെടുത്തുകയാണ്, ആൾക്കാരെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ 20% കൊടുക്കണം, 11% കൊടുക്കണം, പിന്നെ എന്താണ്, പിന്നെ പലിശ ചേർത്ത് കൊടുക്കണം. ദൈവം എന്താ വട്ടി പലിശക്കാരനാണോ നമ്മുടെ അടുത്തുനിന്ന് പലിശ മേടിക്കാൻ വേണ്ടിയിട്ട്? അതൊന്നുമല്ല. നമ്മളുടെ ദൈവം കരുണാമയനായ ദൈവമാണ്. ഇനി നമ്മൾ ഇടുന്ന പൈസ എടുത്തിട്ട് വേണം സ്വർഗത്തിൽ കഞ്ഞിയും കറിയും വെക്കാൻ? അല്ല. അപ്പോൾ നമ്മളുടെ കൊടുക്കുന്ന മനോഭാവത്തെയാണ് ദൈവം എപ്പോഴും കാണുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് റോങ് ടീച്ചിങ്ങിനകത്തൊന്നും നമ്മൾ വീഴരുത്. നമ്മൾ ചെയ്യേണ്ട നന്മകൾ ചെയ്യുക, നമ്മളുടെയും കൂടെ പ്രാപ്തി ഉള്ളതുപോലെ നമ്മൾ കൊടുക്കാനും ഒക്കെ തയ്യാറാകുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടോപ്പിക് എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ച് വെള്ളം തടിക്കുന്നത് നല്ലതാണ്. ഒപ്പം എന്താണ്, നമ്മുടെ റൂമുകളിലൂടെയൊക്കെ നടന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ വചനത്തെ ഞാൻ അയക്കുന്നു, ഇവിടേക്ക് വചനത്തെ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നെഗറ്റീവ് എനർജികളൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമൊക്കെ ആണ് എന്ന് തോന്നിയാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നമ്മൾ ഓരോ റൂമുകളിൽ കൂടിയൊക്കെ ഒന്ന് നടക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അതൊന്നും വൃഥാവാകത്തില്ല. അതിനൊക്കെ ദൈവം എന്താണ് പ്രതിഫലം തരും. കാരണം നിൻ്റെ അപ്പം എന്താണ്, വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് മടങ്ങി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ക്രിയ അത് ചെയ്തിരിക്കും. അതുകൊണ്ട് വചനം നമ്മൾ ഉരുവിടുന്നത് ഒക്കെ നല്ലതാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വചനം ദൈവമാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വചനം ദൈവമാണ്, അത് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും, അത് ചുമ്മാ മടങ്ങി വരത്തില്ല. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ഒന്ന്, പ്രാർത്ഥിച്ച് വെള്ളം തളിക്കുക. രണ്ടെന്താണ്, വചനം പറഞ്ഞിങ്ങനെ നടക്കുക. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, ശാസിക്കുക. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ നമ്മളോട് ശാസിക്കാനൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഇവിടെ വ്യാപരിച്ച് പോരടിച്ച് നിൽക്കുന്ന ദുഷ്ടവ്യാപാര ശക്തികൾ, നെഗറ്റീവ് എനർജികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ തകർന്നു മാറട്ടെ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ശാസിക്കുക, പ്രാർത്ഥിക്കുക. അതൊക്കെ ഒരു ദൈവവൈതലിൻ്റെ അധികാരമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഒന്നാമത്തത്. പിന്നെ ഇനി അടുത്തത് ഫൈനലായിട്ട് പറയുക ുള്ളത് നമ്മളുടെ ദൈവം കൊട്ടേഷൻ്റെ ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ദൈവം പലിശക്കാരനുമല്ല, കൊട്ടേഷൻ കൊടുക്കുന്ന ദൈവവുമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ദൈവം കരുണാമയനാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ദൈവം വക്രനോട് വക്രനാണ്, നല്ലവനോട് നല്ലവനുമാണ്, നീതിയുള്ളവനോട് നീതിമാനാണ്. ഇതൊക്കെയും കൂടി ഉണ്ട് കേട്ടോ. വക്രനോട് വക്രനാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. കാരണം നമ്മളുടെ മനോഭാവം അനുസരിച്ചായിരിക്കും ദൈവം നമ്മളോടും പെരുമാറുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.